നമസ്കാരം, എൻ്റെ പേര് സുരേഷ്. ഞാൻ ബേസിക്കായിട്ട് ഒരു കോസ്റ്റ്യൂംസ് ഡിസൈനറാണ്. കോസ്റ്റ്യൂംസിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ജോലിയുടെ കൂടെ ഇപ്പോൾ ഞാൻ ഒരു അധിക വരുമാനം എന്നുള്ള നിലയ്ക്ക് ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് കമ്പനിയുടെ പേര്. അപ്പോൾ അത് വേൾഡ് വൈഡിൽ അറിയപ്പെടുന്നത് ഇൻറ്റഗ്ര ERP എന്നാണ് വേൾഡ് വൈഡിൽ അറിയപ്പെടുന്ന നെയിം. ഓക്കെ, നമുക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ അതിൻ്റെ പേര് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമുക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം. കമ്പനിയുടെ ലീഗലാറ്റിബിലിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. കമ്പനിയുടെ നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, ഇവിടെ നോക്കൂ, യുവർ ഏണിങ്സ് എന്നുള്ള ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാന രീതികളാണ് പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് PS കമ്മീഷൻ, TB കമ്മീഷൻ, GS ഇൻസെൻറ്റീവ്, അങ്ങനെ ഒരുപാട് കമ്മീഷനുകൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് കിട്ടിയ വരുമാനമാണ് ഇപ്പോൾ ഇവിടെ കാണേണ്ടത് 80,692 രൂപ. അപ്പോൾ അത് ഞാൻ എവിടെയും പോകാതെ ഈ ഒരു എൻ്റെ ജോലിയുടെ കൂടെ നിന്നുകൊണ്ട് ഒരു പാർട്ട് ടൈമായിട്ട് ചെയ്തപ്പോൾ കിട്ടിയ വരുമാനമാണ് ഈ കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് വരുമാനം കിട്ടുന്നത് കാണിച്ചില്ല. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇവിടെ കാണിക്കുക എന്നുള്ളതും കൂടി കാണിച്ചു തരാം. ജസ്റ്റ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോകണം. അപ്പോൾ നമുക്കിത് സേവ് കാർട്ട് എന്നുള്ള സംഭവം ഉണ്ടോ. ഈ സേവ് കാർട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാട്ടർഫോൾ പ്രോഗ്രസ് എന്നുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എങ്ങനെയാണ് ഇതിൽ വരുമാനം വരുന്നതെന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കണ്ടോ, നമുക്ക് ഈ ഒരു അക്കൗണ്ട് എനിക്ക് ആദ്യത്തെ വരുമാനം നമുക്ക് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ട് അല്ലേ, 111 കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും. ഓരോ പച്ചകളും ഓരോ അക്കൗണ്ടുകളാണ് കാണുന്ന, ഓരോ പച്ചയും ഓരോ അക്കൗണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇതിൽ കാണിക്കുന്നുണ്ടോ നമ്പർ നോക്കാം. കണ്ടോ, 18 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം 10 കിട്ടിയപ്പോൾ എടുത്തപ്പോൾ അതിനകത്ത് കിട്ടിയ വരുമാനം കൊണ്ട് വീണ്ടും 8 എടുത്തു. അതാണ് ഇപ്പോൾ കണ്ടത് 18. ഓക്കെ, ഈ 18 നമുക്കിവിടെ വരുമാനം മുഴുവനായി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. 100% ആയിക്കഴിഞ്ഞാൽ വരുമാനം കിട്ടിയെന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 18 കിട്ടി. രണ്ടാമത്തെ പൂളിലേക്ക് ഇവിടെ 3000 കിട്ടി. രണ്ടാമത്തേൽ 3000 ഇൻറ്റു എനിക്ക് ഇവിടെയും 18 അക്കൗണ്ട് ഉണ്ടാവും. 18 അക്കൗണ്ട്. ആ 18 അക്കൗണ്ടിൽ എനിക്ക് കിട്ടിയത് ഇവിടെ കാണുന്നുണ്ടാവും. കിട്ടിയത് കണ്ടോ, കിട്ടിയത് ഇപ്പോൾ ഇതിനകത്ത് 10 കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കി മനസ്സിലാവും, 10 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇത് 8 വരുമാനം ഏകദേശം അടുത്ത് കഴിഞ്ഞു. കുറഞ്ഞ സമയം കൊണ്ട് ഇതിന് ബാക്കി ഇതാണ് 99% ഏറെയായല്ലോ ഇതിന് കുറഞ്ഞ സമയം കൊണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഏകദേശം നമുക്കൊരു ധാരണ എത്താൻ പറ്റും, എത്ര ദിവസം കൊണ്ട് കിട്ടുന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ 10 നേരത്തെ കിട്ടിയതിൻ്റെ മൂന്നാമത്തെ പൂളിലേക്ക് പോയിട്ടുണ്ടാവും. അത് നോക്കാം. മൂന്നാമത്തെ പൂളിൽ പോയി ആയിക്കൊണ്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, അതിപ്പോൾ നമുക്ക് 84% ആയി കഴിഞ്ഞു. ഇത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് രണ്ടാമത്തെ പൂളിൽ എത്രണ്ണമാണ് കണ്ടത്, നമ്മൾ 18 ഇൻറ്റു 30,000 വെച്ച് കൂട്ടുക. 18 അക്കൗണ്ട് ഇൻറ്റു 3000 വെച്ച് കൂട്ടുക. അതുപോലെ ഇത് 10 ഇപ്പോൾ വന്ന് ഓൾറെഡി 10 ഇപ്പോൾ കിട്ടാൻ പോകുന്നത് 20,000 ഇൻറ്റു നമുക്ക് 10. അപ്പോൾ ഇതൊക്കെ നമ്മൾ സംഖ്യ കണക്ക് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ്. അപ്പോൾ ഒന്ന് നോക്കിയാൽ ഇത് 2 ലക്ഷം രൂപയാണ് കിട്ടുക. മറ്റേ നമ്മൾ നേരത്തെ കൂട്ടിയിൽ 10 3000 വെച്ച് 30,000 നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി 8 3000 വെച്ച് ഇപ്പോൾ കിട്ടാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ വരുമാന സാധ്യത കേട്ടോ. ഇതൊക്കെ നമ്മളൊരു വർക്ക് ചെയ്യാതെ കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വരുമാന രീതിയൊക്കെ നമ്മൾ കണ്ടത്. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഇത് സേവ് കാർട്ട് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കമ്പനിക്കുണ്ട്. ആ സേവ് കാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സേവ് കാർട്ട്. ഇതപ്പോൾ സേവ് കാർട്ട് എന്നുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ കണ്ടത്. ഇതാണ് സേവ് കാർട്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഓൾറെഡി മൊബൈൽ നമ്പറും പിന്നെ ഇമെയിൽ പാസ്വേഡൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇവിടെയാണ് നമ്മളെ ഈ പ്രൊഡക്റ്റ് ഉള്ളത്. കണ്ടോ, ഇവിടെ IT പ്രൊഡക്റ്റ് എന്നുള്ള സംഭവം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇപ്പോൾ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. ഇതാണ് ഈ IT പ്രൊഡക്റ്റ് കണ്ടത്. IT പ്രൊഡക്റ്റ് ഇതാണ് സംഭവം. ഇതാണ് ടച്ച് ചെയ്തു കാണുന്നുണ്ട്. അപ്പോൾ ഈ IT പ്രൊഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ എത്രണ്ണാണ് വാങ്ങിക്കേണ്ടത് വെച്ചാൽ ഒരു വ്യക്തി വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ വിലയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് 2000 രൂപയാണ്. പക്ഷേ അതിപ്പോൾ നമുക്ക് 1250 രൂപയ്ക്ക് കിട്ടും. അത് GST ഉൾപ്പെടെ നമുക്ക് 1000 രൂപയാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് കമ്പനിക്ക്. അങ്ങനെയാണെങ്കിൽ 150 രൂപ GST. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് ആഡ് ചെയ്യുക, കാർട്ടിൽ ആഡ് ചെയ്യണം. ആഡ് കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈ പ്രൊഡക്റ്റ് ഇവിടെ ഓപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കണ്ടോ
ആ റെഡ് അവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് വേണ്ട പ്രൊഡക്റ്റ് വെച്ചാൽ നമുക്ക് കൂട്ടി ഇത് പ്ലസിൽ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലല്ല 10 വരെ നമുക്ക് ഒറ്റ പർച്ചേസിൽ 10 കിട്ടുള്ളൂ. വീണ്ടും പർച്ചേസ് ചെയ്യാം നമുക്ക് 10, പക്ഷേ ഒറ്റ പർച്ചേസിൽ നമുക്ക് 10 കിട്ടുള്ളൂ. 10 കിട്ടുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം എടുത്തത് 10. വേണ്ട മാക്സിമം 10 ഇപ്പോൾ ഇനി പോയില്ല 10 മാക്സിമം സിംഗിൾ ഓർഡർ 10. ഇനിയിപ്പോൾ 10 കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും 10 എടുക്കാം. അപ്പോൾ ഇതിനകത്ത് വരുമാനം ആണ് നമ്മളൊക്കെ കാണേണ്ടത് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് റിസിപ്റ്റ് ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗൂഗിൾ പേ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. ഓക്കെ, അത് അത്രേ ഉള്ളൂ. ഇപ്പോൾ നോക്കൂ, വാലറ്റ് ബാലൻസ് 11,251 രൂപേനെ കാണിക്കുന്നുണ്ടല്ലേ. അതിൽ വന്ന് കിടക്കുന്ന പൈസയാണ് കേട്ടോ. പിന്നെ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഇതാണ്, ഈ 3 രൂപ ഒക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ താഴെ ബിസിനസ് നമ്മൾ അറിയാതെ വരുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനമാണ്. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ റെഫർ ചെയ്തു ഒരു വ്യക്തിയെ, ആ വ്യക്തി വീണ്ടും വേറെ കൊടുക്കുന്നുണ്ട്, ആ വ്യക്തി വീണ്ടും, അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡാവാണല്ലോ. അപ്പോൾ കമ്മ്യൂണിറ്റി ബിൽഡാവുന്നതോട് നമുക്ക് 20 ജനറേഷൻ എന്നുള്ള വരുമാനം നമുക്ക് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കും. 20 ജനറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരക്കണക്കിനും കോടിക്കണക്കിനും വരെ ആളുകൾ വരാനുള്ള സാധ്യതയുള്ളൊരു സംവിധാനമാണ് അത്. ഇപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എനിക്ക് ലിമിറ്റൊന്നുമില്ല, എത്ര പേരെ ചേർക്കാം അല്ലേ. അതുപോലെ ആ വരുന്ന ആളുകളും ഒക്കെ എൻ്റെ ഫസ്റ്റ് ലെവലായിരിക്കും, പിന്നെ അവർ കൊണ്ടുവരുന്ന ആളുകൾ എൻ്റെ സെക്കൻഡ് ലെവൽ, അങ്ങനെ 20 ജനറേഷനാണ് നമുക്ക് ഇന്ന് വരുമാനം കിട്ടുന്നത്. അപ്പോൾ ഈ ചെറിയ പൈസ ആണെങ്കിൽ പോലും ഈ 3 രൂപ എന്ന് കാണുന്നത് നമുക്ക് ചെറുതായിട്ട് കാണണം. അപ്പോൾ ഞാനൊരു ആക്റ്റീവ് മെമ്പറാണ് കേട്ടോ, അതിൻ്റെ പേരിലാണ് എനിക്ക് 3 രൂപ ഇവിടെ നമുക്ക് എൻ്റെ വരുമാന രീതി കാണിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രീ ആയിട്ടൊരു വ്യക്തി വന്നാൽ പോലും ഇതിനകത്ത് വരുമാനം ഉണ്ട്. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പിന്നെ ജസ്റ്റ് എനിക്ക് കിട്ടിയ വരുമാനം മാത്രം നമ്മൾ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതിപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നോക്കൂ, നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് നേരം സ്ക്രോൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ കണ്ടോ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ എവിടെയും പോകാതെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് കുറച്ച് ആളുകളോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കൊടുത്തിട്ടും പിന്നെ ഞാൻ സ്വന്തം വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെയും വരുമാനമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാലും ഒരുപാട് നേരം നമ്മൾ സ്ക്രോൾ ചെയ്യണം, എങ്കിലേ ഇത് തീരുള്ളൂ. അതിന് മാത്രം ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നെറ്റ്വർക്ക് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി ജനങ്ങളിലേക്കൊക്കെ കൊടുത്ത് ഫുൾ ടൈമറായിട്ടൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കി. അത്രത്തോളം സാധ്യതയുള്ളൊരു കമ്പനീൻ്റെ പേരിലാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് നമുക്ക് മുന്നോട്ട് ഇടുന്നത്. കാര്യം ഒരു വ്യക്തിക്കും ഇത് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. ഇതൊരു മണി മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഒരു സാമ്പത്തിക അച്ചടക്കം പഠിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. ആ വാങ്ങിച്ച ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അറിയാതൊരു വരുമാനം കിട്ടുന്ന രീതിക്ക് പോകുന്ന ഒരു സംവിധാനമാണിത്. ഒന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു എന്നുള്ള പേരിൽ മാത്രം കിട്ടുന്ന വരുമാനം എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമാണോ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടോ, ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എത്ര നേരം പറഞ്ഞു, എന്നിട്ടും നമ്മൾ ഈ സാധനം നിന്നിട്ടില്ലല്ലോ. ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി കുറച്ച് സമയം കൊണ്ട് പോയാൽ അപ്പോൾ മാക്സിമം ആയി. കണ്ടോ, ഇത്രയും സമയം നമ്മൾ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ ആ വരുമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതല്ലോ. 80,000 രൂപ എനിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. അത് മാത്രമൊന്നുമല്ല, ഇനിയിപ്പോൾ അടുത്ത് കിട്ടാൻ പോകുന്ന വരുമാനം ഏകദേശം നിങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ചു. 2 ലക്ഷമൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ അതൊക്കെ ഇനി കിട്ടാൻ പോകുന്ന വരുമാനമാണ്. മാത്രമല്ല, ആ 2 ലക്ഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് അത് ഫാമിലി പാക്കേജിൻ്റെ ഒരു കാര്യമൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഫാമിലി പാക്കേജിൻ്റെ കിട്ടുന്ന വരുമാനം ചെടിയിൽ ഒരു ഫാമിലിക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് 3,12,000 ഓട്ടോപോളായിട്ട് നമുക്ക് കിട്ടും. അതിന് ടൈം ലിമിറ്റൊന്നും ഇല്ല കേട്ടോ, ടൈം ലിമിറ്റില്ല. കമ്പനിയിൽ ബിസിനസ് എങ്ങനെയാണോ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറും ഒരു ബിസിനസ്സാണ്, അല്ലാതെ ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമല്ല, നമുക്ക് നടക്കുന്നില്ല. അപ്പോൾ പക്കാ ബിസിനസ്. ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന പൈസ GST കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാനിപ്പോൾ ഏകദേശം കാണിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നു. ഇനി ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായി, ആർക്കാണ് അത് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനം എടുക്കുക. തീരുമാനം എടുത്ത ശേഷം ഈ കാര്യത്തിലേക്ക് വരാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, എല്ലാവർക്കും ഈ ഒരു സമയത്തെ പറ്റി ഞാൻ എൻ്റെ ചെറിയൊരു അറിവ് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന സന്തോഷത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.